ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ നോമ്പിൻ്റെ 34-ാം ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. സഭയായി നമുക്ക് ചിന്തിക്കുവാൻ നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വഴിയരികെയിരുന്ന് ഭിക്ഷ യാചിക്കുന്ന കുരുടനായ ബർത്തിമായിയുടെ ജീവിതത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ഈ വേദഭാഗം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ 2 പ്രധാന കഥാപാത്രങ്ങൾ നമുക്ക് കാണാം. ഒന്ന് ബർത്തിമായി, 2 യേശു. ബർത്തിമായി സൗഖ്യം ലഭിക്കുന്ന ആൾ, യേശു സൗഖ്യം നൽകുന്ന ആൾ. ഈ 2 കഥാപാത്രങ്ങളുടെയും കാഴ്ചപ്പാടാണ് നാം ഇന്ന് ശ്രദ്ധിക്കുവാനായി ശ്രമിക്കുന്നത്. ഒന്ന്, ദൈവം ബർത്തിമായിയെ എങ്ങനെ കാണുന്നു. 2, ബർത്തിമായി ദൈവത്തെ എങ്ങനെ കാണുന്നു. വലിയവനായ ദൈവം തമ്പുരാൻ ബർത്തിമായിയെ സൃഷ്ടിച്ചപ്പോൾ പിഴവ് സംഭവിച്ചു. ഇങ്ങനെ ഒരു ചോദ്യം നമുക്കുണ്ടായേക്കാം. എന്നാൽ ആ ചോദ്യത്തിന് ഉത്തരം ആരായുന്നതിന് മുന്നേ ദൈവം ബർത്തിമായിയെ എവിടെ ആക്കിയിരുന്നു എന്നുള്ളതാണ് നാം അന്വേഷിക്കേണ്ടത്. ഒരു ഭവനത്തിലെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കയ്യിൽ ദൈവം ഏൽപ്പിച്ച ഒരു ജീവിതമാണ് ബർത്തിമായിയുടേത്. എന്നാൽ ഭവനത്തിൽ നിന്നും തള്ളപ്പെട്ട് വഴിയരികെ ഇരിക്കേണ്ടി വരുന്ന ഒരു ജീവിതാനുഭവം. ഭവനാന്തരീക്ഷത്തിൽ നിന്നും സമൂഹത്തിലേക്ക് നോക്കുകയാണെങ്കിലും അവസ്ഥ മറ്റൊന്നല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ വിലയേറിയ ജീവിതത്തെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവർ ചെയ്യാതെ ഇരുന്നപ്പോൾ അതിനെ വീണ്ടെടുക്കുവാൻ ക്രിസ്തു വീണ്ടും ആ വഴി വരികയാണ്. നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ബർത്തിമായി ഇരിക്കുന്നത് യെരിഹോ പട്ടണത്തിലാണ്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 26-ാം വാക്യത്തിലും 1 രാജാക്കന്മാർ 16-ന്റെ 34-ാം വാക്യവും നാം വായിക്കുമ്പോൾ ശപിക്കപ്പെട്ട ഇടമായിട്ടാണ് യെരിഹോ പട്ടണത്തെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശാപഗ്രസ്തമായ ഭൂമിയിലിരിക്കുന്ന ശപിക്കപ്പെട്ട മനുഷ്യൻ, അതാണ് ബർത്തിമായി. എന്നാൽ യേശുക്രിസ്തു ശാപമായതിനെ തൻ്റെ മഹത്വം വെളിപ്പാകേണ്ടതിന് എടുത്തു ഉപയോഗിക്കുന്നു. ദൈവം എടുത്തു ഉപയോഗിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം എന്നും ബർത്തിമായി നമ്മെ പഠിപ്പിക്കുന്നു. 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ കുറവുകൾ നാം അംഗീകരിക്കണം. 2, നമ്മുടെ സാധ്യതകൾ പരമാവധി നാം ഉപയോഗിക്കണം. ബർത്തിമായിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. യേശു ചോദിക്കുമ്പോൾ എന്താണ് എൻ്റെ ആവശ്യം, എന്താണ് എൻ്റെ കുറവ്, എവിടെയാണ് ഞാൻ നികത്തേണ്ടത്. നമ്മുടെ കുറവുകൾ നാം അംഗീകരിക്കണം, അത് അറിഞ്ഞിരിക്കണം. നമ്മുടെ സാധ്യതകൾ പരമാവധി നാം ഉപയോഗിക്കണം. മിണ്ടാതെ ഇരുപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദൈവം കൊടുത്ത ശബ്ദം ഉപയോഗിച്ചപ്പോൾ സൗഖ്യത്തിന് അത് മുഖാന്തരമായി മാറുന്നു. മറിച്ച് ബർത്തിമായിയുടെ കാഴ്ചപ്പാടിലൂടെ നാം നോക്കുകയാണെങ്കിൽ യേശുക്രിസ്തു ബർത്തിമായിയുടെ ഏക പ്രതീക്ഷയായി മാറുന്നു. ഐഹിക ജീവിതത്തിൽ ഇനി ഈ വഴി ഒരു മടങ്ങിവരവ് യേശുവിനില്ല. അവൻ പെസഹ ആചരിക്കുവാനും പീഡാനുഭവം ഏൽക്കുവാനുമായി യാത്രയാകുകയാണ്. ബർത്തിമായിക്ക് നന്നായിട്ടറിയാം എന്ന് നാം വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. ബർത്തിമായിക്ക് ഈ ലോക ജീവിതത്തിൽ കാഴ്ച പ്രാപിക്കുവാനുള്ള അവസാനത്തെ അവസരമാണിത്. കാരണം ഈ ലോകത്തിൽ യേശുവിന് ഇനി ഈ വഴി ഒരു മടക്കയാത്രയില്ല. ഉള്ളമറിയുന്ന, ഉള്ളിലെ നൊമ്പരമറിയുന്ന ഒരു കർത്താവാണ് യേശുക്രിസ്തു എന്ന തിരിച്ചറിവ് ബർത്തിമായിക്കുണ്ടായിരുന്നു. നിലവിളിക്ക് മുൻപിൽ നിശബ്ദനായി നിൽക്കാത്തവനാണ് ക്രിസ്തു എന്ന തിരിച്ചറിവ് ബർത്തിമായിക്കുണ്ടായിരുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്നുടലെടുത്ത ഈ 2 തിരിച്ചറിവുകളാണ് ഏറ്റവും അധികം നിലവിളിച്ച് യേശുവിനോട് സൗഖ്യത്തിനായി യാചിക്കുവാൻ ബർത്തിമായിയെ പ്രേരിപ്പിച്ചത്. ഉള്ളമറിയുന്ന, ഉള്ളിലെ നൊമ്പരമറിയുന്ന ഒരു കർത്താവാണ് യേശുക്രിസ്തു. നിലവിളിക്ക് മുൻപിൽ നിശബ്ദനായി നിൽക്കാത്തവനാണ് ക്രിസ്തു. ബർത്തിമായി നമ്മളോട് പറയുന്നു, ബാഹ്യമായ കാഴ്ചയേക്കാൾ ഉൾക്കാഴ്ചയാണ് പ്രധാനം. അതിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. ഈ തിരിച്ചറിവോടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ നോമ്പുകാലം ഇടയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ.